അവനാണല്ലോ ദേവൻ. ദേവനോ? ആ, ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? വാതിൽ തുറക്കണ്ട വിശ്വട്ടാ, കുറച്ചുനേരം ബെല്ലടിച്ചിട്ട് തിരിച്ചു പോയിക്കോളും. ഒരാള് വീട്ടിൽ വന്ന് ബെല്ലടിക്കുമ്പോ അതാണോ മര്യാദ? താനൊന്നും മിണ്ടായിരിക്കും. ആ, ദേവൻ സാർ, എന്താ വിശേഷിച്ച്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ട്യൂഷന്റെ കാര്യമാണെങ്കിൽ അത് നിർത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ട്യൂഷന്റെ കാര്യമല്ല, എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്കൊന്നും കേൾക്കണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തിനാ അറിയുന്നത്? വിഷുട്ടൻ കയറി വാ, 100 കൂട്ടം ജോലി കിടക്കുന്നു, വെറുതെ സമയം കളയാ. ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിൽ എന്താ തെറ്റ്? നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. സാറ് കയറുവാ. വിഷുട്ട, സാറ് വാ. വിഷുട്ട, സാറ് വാ. ഇരിക്കേ. സാറിന് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാ. മുമ്പൊരിക്കൽ അക്കാര്യം സംസാരിക്കാൻ ആയമ്മ ഇവിടെ വന്നിരുന്നു. അന്ന് അനുകൂലമായ സമീപനമല്ല ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നത്. ആയ്മ പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ പറയണമെന്നില്ല. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും ഇല്ല. അല്ല, ടീച്ചറും ഞാനും തമ്മിൽ ഇഷ്ടത്തില. ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഇഷ്ടത്തിലാണെന്ന് സ്വയം അങ്ങ് പറഞ്ഞാൽ മതിയോ? ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ ഇത് തന്നെ പറയും. അങ്ങനെ പലർക്കും പല ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാവും. അതൊന്നും നടത്തി തരാൻ ഞങ്ങൾക്കാവില്ല. ആയമ്മയോട് ഞങ്ങൾ പറഞ്ഞു വിട്ടിരുന്നതാ. എന്നാലും ഒന്നുകൂടി പറയാം, ഞങ്ങളുടെ മകൾക്ക് വേറെ കല്യാണം തീരുമാനിച്ചു. മറ്റന്നാളാ കല്യാണമെന്നും അറിഞ്ഞു കാണുമല്ലോ. ആ കല്യാണത്തിന് അവൾക്ക് സമ്മതമാ. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. ദേവൻ സാർ ഒന്നും വിചാരിക്കരുത്. അല്ലിയുടെ മുറച്ചിറക്കം തന്നെയാ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ച് ഒരുക്കങ്ങളെല്ലാം നടത്തിയിരിക്കുക. ഇനിയും സാറായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നൊന്നുമല്ല. സത്യം എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്ന. അല്ലി ടീച്ചറിന്റെ അച്ഛനും അമ്മ എന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തിൽ പറയാ, ടീച്ചറിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഈ കല്യാണം നടത്തുന്നെങ്കിൽ അത് നടക്കില്ല. ഭീഷണിപ്പെടുത്താണോ? ഈ നാട്ടിലെ വലിയ കൊടികെട്ടി രാജാക്കന്മാരായിരിക്കും നിങ്ങള്. എന്നാലും നീതി നിയമമൊക്കെ നിങ്ങൾക്കും ബാധകമാണല്ലോ. ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. ആരാ അത് ചോദിക്കാൻ? അല്ലി ടീച്ചർക്ക് എന്നോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അതങ്ങനെ നടക്കും.